ആരാണ് ഈ എംപാത്ത്? നിങ്ങളൊരു എംപാത്ത് ആണോ എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അവർ ചാനൽ. മറ്റൊരാളുടെ ഇമോഷൻസിനെയും ഫീലിംഗ്സിനെയും വളരെയധികം ഇന്റൻസ് ആയി മനസ്സിലാക്കാനും ഷെയർ ചെയ്യാനും സാധിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ക്ലിയർ ആയിട്ട് എംപാത്ത് എന്ന് തന്നെ വിളിക്കാം. എംപാത്ത്സ് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണ്. അവർ എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് വെച്ചാൽ അവർക്ക് ചുറ്റുമുള്ളവരുടെ ഇമോഷൻസ്, എനർജി ആൻഡ് വൈബ്രേഷൻസ് അവരിലേക്ക് അവർ അതേ ഇന്റൻസിറ്റിയിൽ തന്നെ അബ്സോർബ് ചെയ്യും. നമുക്ക് എംപാത്ത്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേറ്റ്സ് ഒന്ന് നോക്കാം. അവർ വളരെയധികം ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ളവരായിരിക്കും. അവർക്ക് കമ്പാഷൻ വളരെയധികം ഉണ്ടായിരിക്കും. മറ്റുള്ളവർ നന്നായി ഇരിക്കുന്നതിനെ പറ്റി അവർ ഒരുപാട് കെയർ ചെയ്യും. ആൻഡ് ഇറ്റ് മേക്സ് ദം ഹാപ്പി ടു നോ ദാറ്റ് അതേഴ്സ് ആർ ഹാപ്പി. ഓക്കെ, അതുപോലെ തന്നെ എംപാത്ത്സ് വളരെയധികം ആക്റ്റീവായി ലിസൺ ചെയ്യുന്നവരായിരിക്കും. വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം റെസ്പോണ്ട് ചെയ്യാനും ഇവർ മടിക്കില്ല. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഉള്ളവരായിരിക്കും ഇവർ. പക്ഷെ എപ്പോഴും അതിന് ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ടാകണമെന്നില്ല. കാരണം അവർക്കത് മനസ്സിൽ തോന്നി ഇൻറ്റ്യൂഷൻസ് അവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവാറുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതിന് ലോജിക്കലി ഒരു റീസൺ തരാൻ പറ്റണമെന്നില്ല. ആൻഡ് അവരുടെ ഇൻസ്റ്റിങ്ക്റ്റ് മിക്കവാറും കറക്റ്റ് ആവാറുണ്ട്. മറ്റുള്ളവരുടെ ഇമോഷൻസ് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്ത് അതേ ഇന്റൻസിറ്റിയിൽ അത് അവർ ഫീൽ ചെയ്യും, ബീ ഇറ്റ് ഹാപ്പിനെസ് ഓർ സാഡ്നെസ്. അതുപോലെ തന്നെ നെഗറ്റീവായ വ്യക്തികളോ സാഹചര്യങ്ങളിലോ ഇടപെടുമ്പോൾ they may feel drained and with no energy. എംപാത്ത്സ് വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നന്നായി നിരീക്ഷിക്കുന്നവരാകും, എസ്പെഷ്യലി ഡീറ്റെയിൽസ് വിച്ച് അതേഴ്സ് മിസ്. അവർ വളരെ ലോയൽ ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ളവരായിരിക്കും. എസ്പെഷ്യലി അവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവർ എന്ത് വേണമെങ്കിലും സ്വന്തം കാര്യങ്ങൾ പ്രൈവറ്റൈസ് ചെയ്യാൻ ഇപ്പോഴും മറക്കുന്നവരായിരിക്കും. ഇത്രയൊക്കെയാണ് ഒരു എംപാത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ട്രീറ്റ്സ്. സോ ലെറ്റ്സ് സീ. എംപാത്ത്സ് ആർ നോട്ട് സെയിം ആസ് ഇൻട്രോവേർട്സ് ഓർ ഹൈലി സെൻസിറ്റീവ് പേഴ്സൺ. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും ഇവരുടെ ഈ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു എംപാത്ത് ആവാനുള്ള ചാൻസസ് ഉണ്ട്, ഓവർലാപ്പ് ചെയ്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, എംപാത്ത്സ് ക്യാൻ ടേൺ ഔട്ട് ടു ബി എക്സെപ്ഷണൽ ഫ്രണ്ട്സ്, പാർട്ട്നേഴ്സ് ആൻഡ് ഹീലേഴ്സ്. മറ്റുള്ളവർക്ക് എംപാത്ത്സ് ഒരു ബ്ലെസ്സിംഗ് ആണെങ്കിലും അവനവന് വലിയ ഇമോഷണൽ ഓവർലോഡ് ആൻഡ് ബേൺ ഔട്ട് ആയിരിക്കും. പ്രോപ്പർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാതെ ഇരിക്കുകയും സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യാതെയും ഇരുന്നാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സർവൈവ് ചെയ്തു പോകാൻ. ഓക്കെ, സോ one advice to all the empaths out there: listening is good and being a good listener is a blessing to others, but don't take burden on yourself. അത് കേൾക്കുന്നതെല്ലാം നിങ്ങൾ തലയിലേക്ക് എടുത്തു വെച്ച് നിങ്ങളെ തന്നെ സ്വയം ഹേർട്ട് ചെയ്യരുത്. സെൽഫ് കെയർ ഇസ് സെൽഫ് ലവ്. സോ ലവ് യുവർ സെൽഫ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെയും ഫ്രീ ആയിട്ട് ലവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ സ്റ്റേ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. താങ്ക് യു. നമ്മൾ അടുത്ത എപ്പിസോഡിൽ മോസ്റ്റ്ലി നാർസിസിസം ആയിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ, സോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ. നമ്മൾ ഒത്തിരി വെറൈറ്റി കണ്ടന്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.